ലേണിംഗ്? ലേണിംഗ് മാത്രം കേട്ടു. എന്തിനാണ് അസസ്മെന്റ്? എന്താണ് അസസ്മെന്റ്? ആർക്കാണ് അസസ്മെന്റ്? എവിടെയാണ് അസസ്മെന്റ്? ക്ലാസ് റൂമിലാണ് അസസ്മെന്റ്. ഇപ്പൊ ഇവിടെ അസസ്മെന്റ് നടക്കുന്നുണ്ടോ? ആക്ച്വലി ഇപ്പൊ ഇവിടെ അസസ്മെന്റ് നടക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ട്. ആർക്ക്? നിങ്ങൾക്കും എനിക്കും. എന്റെ ക്ലാസ് അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അപ്പോ നമുക്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ എന്താണപ്പോ ഒരാൾക്ക് കിട്ടുന്ന ലേണിംഗിന്റെ എന്താണ് അസസ്മെന്റ്? ഔട്ട്കം. ലേണിംഗിന്റെ ഔട്ട്കം ആണോ അസസ്മെന്റ്? അത് അച്ചീവ്മെന്റോ? ഒരു കുട്ടി എത്രത്തോളം നേടി എന്നറിയാനാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. അറിയിക്കുക എന്നുള്ളതല്ല, എത്രത്തോളം ആ കുട്ടി അച്ചീവ് ചെയ്തു എന്നറിയാനാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. അപ്പൊ അസസ്മെന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾ കഴിഞ്ഞ എത്ര ചാപ്റ്റർ? 3 മൊഡ്യൂൾ എടുത്തില്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ ഏതായിരുന്നു? അസസ്മെന്റ്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേരെന്താ? അസസ്മെന്റ്. ബേസിസ് ഓഫ് അസസ്മെന്റ്. ബേസിസ് ഓഫ് അസസ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ആദ്യം എന്താണ് അസസ്മെന്റ് എന്ന് പഠിച്ചൂല്ലേ? അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ ക്രൈറ്റീരിയ ഫോർ ഗുഡ് അസസ്മെന്റ് ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കിട്ടുമോ? ശരി. മേജർ ആയിട്ട് ഹെഡിങ്സ് എന്തൊക്കെയായിരുന്നു? ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ടാവും, യൂസേഴ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ക്ലാസ് റൂം അസസ്മെന്റിന്റെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്, പർപ്പസ് പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു മെജോറിറ്റി പഠിക്കൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഈസി ആയിരിക്കും അല്ലെ? അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്നപ്പോഴോ ഫസ്റ്റ് മൊഡ്യൂൾ എല്ലാത്തിനും ബേസ് നമ്മൾ പഠിച്ചു, കവർ ചെയ്തു. എന്താണ് ഡെഫിനിഷൻ, പർപ്പസ്, ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കവർ ചെയ്തു. സെക്കൻഡ് മൊഡ്യൂളോ ആക്സസ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം. ഏതൊക്കെ പാരഡൈം ഷിഫ്റ്റ് പഠിച്ചിട്ടുണ്ടാവും? ബിഹേവിയറിസ്റ്റ് മോഡൽ, കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ പഠിച്ചോ? ഓപ്ഷനും ഉണ്ടാവില്ലേ അത് പഠിക്കാൻ? പിന്നെ ഏതായിരുന്നു? ഗ്രേഡിംഗ്, പോർട്ട്ഫോളിയോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. Then tools and techniques, third module. എന്തെല്ലാം ടൂൾസ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്? എന്തൊക്കെ ടൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അസസ്മെന്റില്? അച്ചീവ്മെന്റ് ടെസ്റ്റ്, ചെക്ക് ലിസ്റ്റ്, ക്യുമുലേറ്റീവ് റൈറ്റ്-ഡൗൺ. ഇതൊക്കെ നമുക്ക് ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അവർ ചെയ്യാൻ തരും. അപ്പൊ ഞാൻ ഒരു കൊല്ലം മൗണ്ടസിനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 10th, +1, +2 സെക്ഷനിലായിരുന്നു. അപ്പോ അവിടെ നമുക്ക് ഈ അനക്ഡോട്ട് റെക്കോർഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു കുട്ടിയുടെ പേരോടെ എഴുതും, ആ കുട്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററി എഴുതും, മാർക്ക് എഴുതും. അങ്ങനെ ഒരു ബുക്ക് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വരുമ്പോൾ പാരന്റ്സിന് കാണിച്ചു കൊടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ നമ്മളിവിടെ വിചാരിച്ചിട്ടൊക്കെ എല്ലാ സ്കൂളുകളിലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പല സ്കൂൾ, സ്റ്റേറ്റ് ബോർഡിന്റെ സ്കൂളിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ റെക്കോർഡ് സൂക്ഷിച്ചിരുന്നു. അത് റെക്കോർഡിക്കലി ചിലപ്പോൾ റെക്കോർഡാവാം, നമുക്ക് ബുക്കാവാം. ഞങ്ങളൊരു ബുക്കിലായിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. അത് ഓരോ ടേം എക്സാം ആകുമ്പോൾ നമ്മൾ പാരന്റ്സിന് അത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് അത്രയും പ്രാക്ടിക്കലിറ്റി വരുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ അങ്ങനെ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞു. പിന്നെ ഫോർത്ത് മൊഡ്യൂളാണ് ഞാൻ എടുക്കുന്നത്, ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെന്റ്. ഫോർത്ത് മൊഡ്യൂൾ. ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെന്റ്. ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? അസസ്മെന്റിനുള്ള പ്രോബ്ലംസ്. എന്തൊക്കെയായിരിക്കും പ്രോബ്ലംസ് അസസ്മെന്റ്? എന്തൊക്കെ ക്ലാസ് റൂമിൽ അസസ്മെന്റ് കൊണ്ടുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ സോഷ്യൽ സ്കിൽ അവിടെ നിൽക്കട്ടെ, അതിപ്പോ നമുക്കൊരു 4 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ് വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി ഇത്ര പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ അത്രയും ചുരുക്കിയൊക്കെയാണ് അസസ്മെന്റ്. ജനറലി നമുക്കറിയാം അസസ്മെന്റ് കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഞാൻ നിങ്ങളെ അസസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ ഒരു എക്സാം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല. അവിടെ നിങ്ങളൊരു ഫേസ് ചെയ്യില്ല. പിന്നെ ഇടയിൽ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് അത് നിങ്ങൾ ആൻസർ എഴുതി. അപ്പൊ
ഇല്ല, ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഒന്ന് ഡിസ്കസ് ചെയ്ത് 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുമോ? ഒരു 3 ബെഞ്ച് ഡിസ്കസ് ചെയ്താലും മതി. എന്തൊക്കെ ഡ്രസ് അത് മതി, തെറ്റിക്കോട്ടെ. നിങ്ങൾക്ക് എന്താ ഐഡിയ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് നോട്ട് സിലബസ് ഒന്നും വേണ്ട കേട്ടോ, അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ജനറലി അസസ്മെന്റ് കൊണ്ടുള്ള പ്രോബ്ലംസ് ഒന്ന് 3 ഗ്രൂപ്പ്, 3 ബെഞ്ച് ഗ്രൂപ്പായിട്ട് 5 മിനിറ്റ് ടൈം. ഡിസ്കഷൻ ഇതാണ് കേട്ടോ, ഓരോരുത്തരും വിളിക്കാൻ ഞാൻ വേണ്ടത് പറയാൻ. ഒരു പോയിന്റ് എങ്കിലും കിട്ടണേ, മിനിമം ഒരു പോയിന്റ് ഒരു ഗ്രൂപ്പ്. പക്ഷെ പലപ്പോഴും ഈ അസസ്മെന്റിന്റെ കാര്യത്തിലായാലും ആണെങ്കിലും ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ റോട്ട് ടൈപ്പ് ആയിരിക്കും. പിള്ളേരെ പഠിക്കുന്നതായാലും അവരെ എക്സാം പേപ്പറിൽ എഴുതുന്നതായാലും ഒക്കെ റോട്ട് രീതി അങ്ങനെയുള്ള ടൈപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു വെരി ഗുഡ്, അതൊരു പോയിന്റ് ആണ് കേട്ടോ. ഇനിയോ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പോയിന്റ് കിട്ടിയിട്ടുണ്ടോ? ഒരു കമ്പാരിസൺ എല്ലാവരും നമ്മളുണ്ടാവും. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ കുട്ടികളിലുണ്ടാവും, പേരൻസ് തമ്മിലുണ്ടാവും, പേരൻസിനും ആ ഒരു ഇതുണ്ടാവും. നമ്മൾ ആ കുട്ടീനെ നമ്മളൊരു കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പൊ ഒരു കുട്ടിയെ വേറെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ട് മാറാം. അതൊരു കുട്ടികളെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ നമുക്ക് ബയസ് ഫീൽ ചെയ്യാം അല്ലെ? ടീച്ചേഴ്സിന്റെ അതിലൊരു ഇതുണ്ടാവും. ഒരു കുട്ടി ഇപ്പോ കുറച്ച് ഒരു മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടീനെ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് മാർക്ക് കൂടുതൽ കൊടുക്കണമെന്നോ കുറവ് കൊടുക്കണമെന്നോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ അസസ്മെന്റ് വരാം. ടീച്ചർക്ക് ആ പാർഷ്യാലിറ്റി തോന്നും. അതൊരു നല്ല പോയിന്റ് ആണ്. എന്റെ പേര് അത് ചോദിക്കാൻ പറഞ്ഞു. ഏതാ ഓപ്ഷൻ? ഞാൻ ഫിസിക്കൽ സയൻസ് ആയിരുന്നു. വീണ നല്ല അടുത്തത് ഇനി വേറെ പോയിന്റ് ഡിസ്കസ് ചെയ്തവര് yes very good very good okay good പേര് രമണി ഏതാ ഓപ്ഷൻ ഫിസിക്കൽ സയൻസ് ഇനി വേറെ പോയിന്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ എക്സാമിന് ഏത് തരത്തിലാ മാർക്സിന്റെ ബേസിസിലുള്ള അസസ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് ആവുമ്പോൾ കുട്ടികളുടെ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. പേരെന്തായിരുന്നു? ദുർഗ. ഇനി ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ട് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് തലയിൽ പ്രശ്നക്കാരും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ അസസ്മെന്റ് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഉദ്ദേശിച്ചത് ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ അസസ് ചെയ്യാണ് നിങ്ങളുടെ യൂണിറ്റ് 1 എന്നുള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്നിപ്പോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു വെച്ചിട്ട് ഇയാള് ബാക്ക്വേർഡ് അല്ല നടക്കാം. ഓരോ കുട്ടികൾക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ഇപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ടീച്ചേഴ്സ്മാർ നല്ലൊരു അസസ് ചെയ്യാൻ ടീച്ചേഴ്സ്മാർ നല്ലൊരു കഴിവാണ്. ഇല്ലെങ്കിൽ അത് പേര് നിമിഷ. ഓപ്ഷൻ ഫിസിക്കൽ സയൻസ് ഉള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ. സയൻസ് കൊമേഴ്സ് ആണ് ഇയാൾ പറഞ്ഞു അല്ലേ? ഇനി ഏതാ ഓപ്ഷൻ കൂടെ പറയാം? നാച്ചുറൽ സയൻസ് ഒരാൾ പറയോ? സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് റോൾ നമ്പർ 2 അതല്ലേ? ഒരാൾ പറയൂ. ശരി, ഇനി വേറെ പോയിന്റ്സ് ഉള്ളവരുണ്ടോ? എന്ത് ചെയ്യാൻ നടപടി? എങ്ങനത്തെ റൂൾസ് നമുക്ക് ചെയ്യാം? ക്യാമറ വെക്കുക അല്ലേ? പേര്
ഇതെല്ലാം പോയിന്റ്സ് തന്നെയാണ്. ജനറൽ ആയിട്ട് അസസ്മെന്റിൽ നേരിടുന്ന വരുന്ന പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയായിരിക്കും മേജർ ഇഷ്യൂസ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എന്തായാലും ഈ മൊഡ്യൂളിന് ഒഴിവാക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. മേജർ ഇഷ്യൂസ് ഇൻ അസസ്മെന്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ജനറൽ ആയിട്ട് വെച്ച് തുടങ്ങാം, എന്നിട്ട് മേജർ ആയിട്ട് പോയിന്റ്സ് പഠിക്കാം. അപ്പൊ എല്ലാവരും ചെയ്യേണ്ടാവുക ഉള്ളിലുള്ള സാധനം പഠിക്കാതെ പോയിന്റ് മാത്രം പഠിച്ചു പോവുമായിരിക്കും. ഉള്ളിലുള്ള സാധനം നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞാൽ മതി, മെയിൻ പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെന്റ്. അപ്പൊ അതിൽ ഫസ്റ്റ് ഇഷ്യൂ ആണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെന്റ്. എന്താണ് ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കൂ. ഇതൊന്നും ഞാൻ കുറച്ച് ജേർണൽസ് ഒക്കെ വായിച്ചതൊക്കെ കളക്ട് ചെയ്താണ്. നിങ്ങൾ ഏതാ ബുക്കാണ് ഫോളോ ചെയ്യുന്നത്? ശിവരാജൻ സാറിന്റെ ബുക്കാണ്. അപ്പൊ ശിവരാജൻ സാറിന്റെ ബുക്കൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് ഓൾറെഡി നിങ്ങളെ ഉണ്ടാവും വിചാരിച്ചിട്ട്. ഇത് ഫറൂഖ് കോളേജിലെ ഒരു സാറ് എഴുതിയ പേപ്പറിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് ആണ്, അതാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രിസ്ക്രൈബ് ടെസ്റ്റിൽ നിന്ന് ഉപരിയായിട്ട് കുറെ നമ്മൾ വായിക്കും തോറും നമുക്ക് എന്തെങ്കിലും എന്തായാലും എഴുതാൻ പറ്റും. ആ കൺസെപ്റ്റില് ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റ് പലതരത്തിലായിരിക്കും. ഒരു പ്രിസ്ക്രൈബ് ടെസ്റ്റ് മാത്രം വായിക്കാതിരിക്കുക, മാക്സിമം വായിച്ച് ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻസ് ആയി തോന്നുന്നത് അത് നിങ്ങൾ ഔട്ട്വേർഡ്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് റണ്ണിങ് സംതിങ് ഓർ ഡൂയിങ് സംതിങ് ഫോർ ഫിനാൻഷ്യൽ മോട്ടീവ്സ്. അതാണ് ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത്. Then merit is compromised. Privatization of education system. Use of minimum resources, minimum experience of testing students, reliability and validity varies. ഇത്രയും പോയിന്റ്സ് എന്തായിരിക്കും കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള വല്ല ഐഡിയ നിങ്ങൾക്കുണ്ടോ? മനസ്സിലായോ? അതായത് റണ്ണിങ് സംതിങ് ഓർ ഡൂയിങ് സംതിങ് ഫോർ ഫിനാൻഷ്യൽ മോട്ടീവ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അസസ്മെന്റിനുള്ളതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ മോട്ടീവ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം ചെയ്യാം. അതിൽ മെറിറ്റ് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അച്ചീവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെ നോക്കാതിരിക്കാം. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഇപ്പൊ 10ാം ക്ലാസ്സിലായിക്കോട്ടെ പ്ലസ് 2-ലായിരിക്കോട്ടെ നമുക്ക് ഓരോ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോൾ വിജയശ്രീ പോലുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പബ്ലിക്കേഷൻസ്, ചില പ്രൈവറ്റ് ഏജൻസീസ് വേറെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമുകൾ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇപ്പൊ സ്റ്റേറ്റ് സിലബസിൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടേമിലും പുറത്തെ പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് യൂണിറ്റ് ടെസ്റ്റുകൾ നടക്കും 3 മാസം കൂടുമ്പോൾ. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ശരിക്കും ആക്ച്വലി നമുക്ക് ആ കുട്ടിയിൽ നിന്ന് പൂർണ്ണമായി ആ കുട്ടീനെ അസസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്താ ഇല്ല, കുട്ടികൾ മോഡലാക്കി എടുക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാക്കി എടുത്ത് അതിന്റെ മേജർ വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ച് ചിലപ്പോൾ സെമിനാർ എഴുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സിലബസ് ഫുള്ളും കവർ ചെയ്ത് എഴുതുന്നവരുണ്ടാവും. അങ്ങനെ പെർട്ടിക്കുലർ മോഡൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പരീക്ഷ നടത്തിയ ഒരു കുട്ടിക്ക് എന്തായിരിക്കും ദോഷവശം? ആ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ അത് വളരെ സ്റ്റാൻഡേർഡ് കുറവായിരിക്കും. പലപ്പോഴും ഞാനൊക്കെ കണ്ടിരിക്കുന്നത്, ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ജസ്റ്റ് ഡിഫൈൻ, എക്സ്പ്ലെയിൻ, മെറിറ്റ്, ഗീവ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അത് അവര് ലാഭമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് റിസോഴ്സസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കുന്നില്ല. അവിടെ അവര് കൊമേഴ്ഷ്യൽ പർപ്പസ് മാത്രമാണ്. എന്താ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് കിട്ടുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കി സ്കൂളുകൾക്ക് കൈമാറാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് കൈമാറാണ് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ കൈമാറാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവർക്കത് ലാഭമാണ്. എക്സാം നടന്നിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാം. പക്ഷെ കുട്ടിയിൽ നിന്ന് നമുക്ക് വിവരം പൂർണ്ണമായി കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യൂസ് ഓഫ് മിനിമം റിസോഴ്സസ്, മിനിമം എക്സ്പീരിയൻസ് ഓൺ ടെസ്റ്റിംഗ് സ്റ്റുഡന്റ്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുക എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ബ്ലൂംസ് ടാക്സോണമി ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നൊക്കെയാണ് പറയുക. നമ്മുടെ ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും? നമ്മൾ തന്നെ എന്താ ചെയ്യുക? സമയത്തിന്റെ പരിമിതി മൂലം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കുറച്ച് നോക്കും. അതിന്റെ എന്താ വരുന്നത് വെച്ചാൽ പുതിയതായി നമ്മൾ കൺസ്ട്രക്ട്
കണ്ടക്ട് ചെയ്യണം ഒരു പ്രോഗ്രാം, അതാണ് പറയുന്നത്. അതല്ലാത്തോടത്തോളം കാലം നമുക്ക് ഈ കുട്ടിയിൽ നിന്നുള്ള അസസ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നെറ്റ് എക്സാം ആയിക്കോട്ടെ, CSIR നെറ്റ് പോലുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സമയത്ത് വരുന്നത് അല്ലെ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കുറവാണ്. അപ്പൊ കിട്ടുന്ന നമ്മുടെ റിസൾട്ട് എന്താണ്? അവിടെ ഏറ്റവും അത്ര പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്ന ആൾക്കാരിലേക്കാണ് എന്ത് കിട്ടുള്ളൂ, അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പുതിയ പുതിയ പ്രൈവറ്റൈസേഷൻ ഒഴിവാക്കി നമ്മൾ ആ രീതിയിൽ ഫോളോ ചെയ്താലാണ് അസസ്മെന്റ് കംപ്ലീറ്റ് ആവൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് മാത്രം നമുക്ക് ഒരു കുട്ടി ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയി നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഈ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യിക്കണം. ഇപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെന്റ് എന്നുള്ളത് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഞാൻ വേണ്ട സ്ലൈഡ് അവർക്ക് ഷെയർ ചെയ്ത് തരാം. ഇനിയിപ്പോ സമയം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എഴുതാറുണ്ട് എടുത്തോളൂ. അടുത്ത പോയിന്റ്, പുവർ ടെസ്റ്റ് ക്വാളിറ്റി. പുവർ ടെസ്റ്റ് ക്വാളിറ്റി എന്താണ്? വലിയ സംഭവമൊന്നുമില്ല. ഇപ്പൊ തന്നെ പറയാം. ടെസ്റ്റ് എന്താ ടെസ്റ്റ്? എക്സാം ടെസ്റ്റ് ആയിരിക്കും. പുവർ ടെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ ക്വാളിറ്റി ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് നമുക്കിവിടെ ആദ്യം ഞാൻ പറഞ്ഞു. അത് നമുക്കിവിടെ പോയിന്റ്സ് എടുക്കാം. ഇപ്പോ നമ്മളൊരാൾ ടീച്ചറായി പോയി നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഒരു ഗൈഡ് എടുക്കും. ഗൈഡ് ഭാഗം ഉണ്ടാവും. ലേബർ ഇന്ത്യ ഗൈഡ്, A+ വിന്നർ, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ കുറെ സംഭവങ്ങളില്ലേ. സ്കൂളിലായിക്കോട്ടെ, കോളേജിലടക്കം ഓരോ കോഴ്സിനുണ്ട്. അതിൽ നമ്മൾ ഓരോ മൊഡ്യൂളിറ്റി ലാസ്റ്റ് വരുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവരുണ്ടാക്കിയ സംഭവങ്ങളായിട്ട് നമ്മൾ ആദ്യം നോക്കുക. അതല്ലാണ്ട് സ്വയം ഒരു കൺസെപ്റ്റ്, ഹീറ്റ് എന്നുള്ള കൺസെപ്റ്റ്, സ്വയം നിന്നൊരു ക്വസ്റ്റ്യൻസ് ആലോചിച്ച് ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ അതിന് ഒരുപാട് ടൈം കളയേണ്ടി വരും. ഇപ്പൊ നമ്മൾ തന്നെ എന്താ ചെയ്യാ? പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ നോക്കിയിട്ടായിരുന്നെങ്കിലും പിന്നെ ഈ അസസ് ചെയ്യണതിന്റെ പ്രശ്നത്തിൽ ഈ പിള്ളേര് നമ്മളെക്കാൾ ഫാസ്റ്റ് ആണ് പെട്ട കുട്ടികൾ. നമ്മൾ അസസ്മെന്റ് എടുക്കും അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തുന്നത് പറഞ്ഞാൽ അവരുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ ആദ്യം പഠിച്ചു വന്നിട്ടാവും. ഇപ്പൊ ഞാൻ അവരുടെ ചോദിക്കുകയാണെങ്കിൽ എന്താ കാര്യം? അത് ചിലപ്പോൾ കാണാതെ പഠിച്ച് നോട്ട് മെമ്മറൈസേഷൻ വരെ കുട്ടിയായിരിക്കും. ആ കാണാതെ പഠിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ പരമാവധി ഞാനത് ഒഴിവാക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും വാരിയബിൾസ് മാറ്റാം, ചേഞ്ച് ചെയ്ത് മാറ്റാം. അപ്പൊ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുവർ ടെസ്റ്റ് ക്വാളിറ്റി ഉദ്ദേശിക്കുന്നത് അതാണ്. ഇപ്പൊ നമ്മള് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടക്ട് ചെയ്യുന്നതാണ്. നമ്മളാണ് ശരിക്കും ആക്ച്വലി ഒരു ടീച്ചറാണ് കുട്ടിയുടെ പരാജയം ആയിക്കോട്ടെ വിജയം ആയിക്കോട്ടെ നിർണ്ണയിക്കുന്നത്. നമുക്ക് അതിൽ ഒരുപാട് പങ്കുണ്ട്. ഇപ്പൊ കുട്ടി പഠിക്കുന്നില്ല, കുട്ടി ചെയ്യുന്നില്ല, കുട്ടിക്ക് മാർക്ക് കുറവാകുന്നതിന് അർത്ഥമില്ല. നമ്മൾ അവിടെ എന്ത് അസസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ചാപ്റ്റർ എടുത്തു, നമ്മള് നിങ്ങൾക്ക് പഠിക്കാൻ ഏതൊരു സബ്ജക്റ്റ് ഒരു ചാപ്റ്റർ പറയുമ്പോൾ ഫിസിക്സ് ആകുമ്പോൾ എനിക്ക് ഫിസിക്സിലെ ചാപ്റ്റർ അറിയുന്നുണ്ടാവുള്ളൂ. ഇപ്പോ ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സ് പറഞ്ഞ 9th ചാപ്റ്റർ ഉണ്ട്. ഈ ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സില് ഒരുപാട് ഏരിയാസസ് ഉണ്ട്. എന്താ കാപ്പിലാരിറ്റി, എന്താ വിസ്കോസിറ്റി, എന്താ ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സോറി അതല്ല, പിന്നെ എന്താ പാസ്കൽസ് ലോ, പിന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ബോയൻസി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഞാൻ നന്നായി പഠിപ്പിച്ചത് ബോയൻസിയിലായിരിക്കും. അതിലെനിക്ക് കുട്ടിക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ നമുക്കിത് ഓഫീസിൽ കാണിക്കണം, പ്രിൻസിപ്പൾക്ക് കാണിക്കണം, കുട്ടികളെ മാർക്ക് ഫിസിക്സിൽ കുറയാൻ പാടില്ല. അപ്പൊ ഞാൻ അവിടെ ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബോയൻസിക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ചിലപ്പോ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങളായിരിക്കും ഈസി. അപ്പൊ ഈ കുട്ടിയെ ഞാൻ ബോയൻസി മാത്രം വെച്ച് അസസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുകയാണെങ്കിൽ കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ ആ കുട്ടി അവിടെ ഇപ്പൊ 10 ഔട്ട് ഓഫ് 10 2 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഞാൻ അസസ് ചെയ്തോടത്താണ് അവിടെ തെറ്റ്. കാരണം ഞാൻ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ എന്ത് ചെയ്യണമായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടക്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയാറുണ്ടാവും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും പഠിച്ചു, ഇപ്പൊ അതൊന്നും ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല, വേറെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കരുതിയതെല്ലാം പഠിച്ചു. ദാറ്റ് മീൻസ് പുവർ ടെസ്റ്റ് ക്വാളിറ്റി. അതാണ് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് നടക്കുമ്പോൾ അത്രയും ഒതന്റിക് ആയിരിക്കണം, അതിന് വാലിഡ് ഉണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒക്കെ നടത്തി ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ബിഎഡ് ഞങ്ങൾ ഫസ്റ്റ് ബിഎഡ് ഏത് സെമ്മാനിക്ക് വന്നില്ല, ഫിലോസഫി ആയിരുന്നു. ഇതുപോലെ ഇരുന്ന് പരീക്ഷ എഴുതി വീട്ടിൽ പോയപ്പോഴാണ് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഞങ്ങൾക്ക് അത് ആദ്യം വീട്ടിൽ പരീക്ഷ എഴുതേണ്ടി വന്നു. അപ്പോ അവിടെ പുവർ ടെസ്റ്റ് ക്വാളിറ്റി
അപ്പൊ ഇത് വെച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതുക. അടുത്തത് ഡൊമൈൻ ഡിപെൻഡൻസി. ഡൊമൈൻ എന്നുള്ളതായിട്ട് കേൾക്കാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. കേട്ടവരില്ലേ? ആ പറഞ്ഞു ശരിയാണ്. എനിക്ക് ഡൊമൈൻ അല്ല വേണ്ടു, വേറെ ഡൊമൈൻ കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ആണ്, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. എന്തൊക്കെ ബ്ലൂംസ് ആണ്. ബ്ലൂംസ് എന്താണെന്ന് വെച്ച് അയ്യോ RTB എന്താ പറയാ RBT നമ്മൾ പഠിക്കുമ്പോ ആ ഓർഡർ കറക്റ്റ് ആയി പഠിക്കുന്നല്ലേ. നമ്മൾ പ്രാപ്തി അവർ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ആക്ച്വലി എന്തിനാ ഈ ബ്ലൂംസ് ടാക്സോണമി, എന്താണ് ഈ 3 ഡൊമൈൻ, എന്താണ് ഈ 3 ഡൊമൈൻ? പറഞ്ഞോ മൈക്കാണോ? അതെ, ഇവിടെ ആക്ച്വലി നടക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ഷെയർ ചെയ്തോ, അല്ലാതെ നമുക്ക് പഠനം നടക്കുള്ളൂ. അവിടെ എനിക്കെല്ലാം അറിയുന്നു, നിങ്ങൾക്ക് എല്ലാം അറിയാം. നമുക്ക് ഇവിടെ ഒരു നമുക്ക് അറിയുന്ന അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നു, ഇത്രയും. ഇപ്പൊ എല്ലാവർക്കും അറിവെത്തും. ഇപ്പൊ എന്താണ് ആദ്യത്തെ എന്തായിരുന്നു? കോഗ്നിറ്റീവ് ഡൊമൈൻ എന്തായിരുന്നു? കോഗ്നിറ്റീവ് ഡൊമൈനിൽ കുട്ടിയുടെ എന്താ ചെക്ക് ചെയ്യാം? ഇന്റലക്ച്വൽ നോളജ്, അഫക്റ്റീവ് ഇമോഷൻ, പിന്നെ അടുത്ത സൈക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ മോട്ടർ സ്കിൽ എന്ന് പറയും. അത് തന്നെ ഉണ്ട്. അപ്പൊ ഈ 3 ഡൊമൈൻ ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇനി പറയും. ഇപ്പൊ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി. അപ്പൊ ഇതിൽ ഡൊമൈൻ ഡിപെൻഡൻസി പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഡൊമൈന് ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പറ്റില്ല. ആ ഡൊമൈനിൽ എന്താണുള്ളത്? പറഞ്ഞോ? ഉണ്ടാവില്ല. അപ്പൊ ഈ 3 ഉൾപ്പെടുത്തി ചെയ്യണം എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രം ഉൾപ്പെടുത്തിയാലോ? ആക്ച്വലി ഒരു വിധമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നിങ്ങളുടെ അഭിപ്രായത്തില്, എന്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങളുടെ അഭിപ്രായം പറയൂ. എന്താണ് ഇപ്പൊ ഇവിടെ ഈ സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഏത് ഡൊമൈനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഏത് ഡൊമൈനാണ് ചെയ്യാത്തത്? യെസ്, ഓഫ് കോഴ്സ് കോഗ്നിറ്റീവ് ഡൊമൈൻ മാത്രമേ ഒരു കുട്ടിയുടെ മെജോറിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ റൂംസിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ സൈക്കോമോട്ടർ ആയിക്കോട്ടെ, അഫക്റ്റീവ് ആയിക്കോട്ടെ, മെഷർ ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെ കിട്ടുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കുട്ടിക്ക് എത്ര നോളേജ് ഉണ്ടെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കി ഒരു കുട്ടിയുടെ ഒരു കാര്യങ്ങളും നമ്മളവിടെ ചെക്ക് ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ ഓരോ എക്സ്പെരിമെന്റ് ഒക്കെ ഫിസിക്സിൽ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിൽ ആ എക്സ്പെരിമെന്റ് നമുക്ക് ചിലപ്പോൾ അവിടെ എഴുതി വരും. കുട്ടിക്ക് പരീക്ഷ പേപ്പറിൽ കാര്യമുണ്ടോ? ആ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചാൽ ലാബുണ്ട് സെപ്പറേറ്റ്. അതല്ലെങ്കിൽ കൂടി തിയറി പാർട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അത് തിയറി ആക്കി മാത്രം നമ്മളവിടെ ചെയ്തു വെച്ചാണ്. ആ കുട്ടിക്ക് എത്രത്തോളം ആ മോട്ടോർ സ്കിൽ ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, എബിലിറ്റി ഉണ്ട് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കുന്നുണ്ടോ? ചിലപ്പോൾ ആ കുട്ടിക്ക് പ്രാക്ടിക്കലി ആ സ്കില്ല് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഈ അതായിരിക്കും ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ പറ്റും. കോഗ്നിറ്റീവ് മാത്രമേ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ എക്സാമ്പിൾ വേറെ പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളുടെ ആയിക്കോട്ടെ, നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്, B.Ed പഠിക്കുന്നുണ്ട്, ഒപ്പം നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കില്ല് ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. എന്താണ്? ടീച്ചിങ് പ്രാക്ടീസ്. അത് എന്തായാലും യൂസ് ആയിരിക്കും. ബിഫോർ B.Ed ആഫ്റ്റർ B.Ed നമ്മുടെ ക്ലാസ് എടുക്കുന്നത് എന്തായാലും ഡിഫറൻസ് ആയിരിക്കും. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് നമ്മൾ ചെയ്യും. അപ്പൊ ഈ ബോർഡ് മാറ്റുന്ന സമയത്ത് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പൊ ഇൻസ്ട്രക്ഷൻ